നിങ്ങൾ ചിന്തിക്കണില്ലേ? ഈസാ നബി ഉലുൽ അസ്മിൽ ഒരു നബി മാത്രമേ യുദ്ധത്തിന് പോയിട്ടുള്ളൂ. 5 നബിമാരാ ഉലുൽ അസ്മ്. ഇങ്ങോട്ട് പറയും, നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ, മുഹമ്മദ് നബി അല്ലാതെ മറ്റ് 4 നബിമാരെ കൂട്ടത്തിൽ ഒരു നബി യുദ്ധത്തിന് പോയിട്ടുള്ളൂ. ആരാ? ഇങ്ങോട്ട് പറയേ, ആരാ? ഒറ്റ നബി മാത്രമേ ഈ 4 നബിമാരെ കൂട്ടത്തിൽ യുദ്ധത്തിന് പോയിട്ടുള്ളൂ. ആരാ? മൂസ. ഇബ്രാഹിം യുദ്ധത്തിന് പോയിട്ടില്ല, നൂഹ് യുദ്ധത്തിന് പോയിട്ടില്ല, ഈസ പോയിട്ടില്ല. ആരേ ഉള്ളൂ? മൂസ. പോകാൻ ഒരുങ്ങിയപ്പോൾ, യുദ്ധത്തിന് ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ എന്റെ ജനങ്ങൾ പറഞ്ഞത്, യുദ്ധത്തിന് കൊണ്ടുപോയ ജനങ്ങൾ പറഞ്ഞു, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാൻ. മൂസ, ഇദ്ഹബ് അൻത വറബ്ബുക, നീയും നിന്റെ പടച്ചോനും വേണമെങ്കിൽ പോയി യുദ്ധം ചെയ്തോ, ഞങ്ങളെ യുദ്ധത്തിന് കിട്ടൂല. ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ യുദ്ധത്തിനില്ല എന്ന് ധർമ്മസമരത്തിന് നിരാകരിച്ചു മൂസ നബിയുടെ അനുയായികൾ. ചിന്തിക്കണം, നിങ്ങൾ ചിന്തിക്കുക. മുഹമ്മദ് നബിയോ യുദ്ധത്തിന് പോയപ്പോൾ, യുദ്ധത്തിന് ആളെ കൊണ്ടുപോയപ്പോൾ ചെറുപ്പക്കാർ കാലിന്റെ തള്ളവിരയിൽ എണീറ്റ് നിന്നു. യുദ്ധത്തിലേക്ക് ഇങ്ങനെ ആളുകളെ തെരഞ്ഞെടുക്കുക. കൂട്ടത്തിൽ ചെറുപ്പക്കാർ വന്നിട്ട് തള്ളവിരലിൽ എണീറ്റുന്നു. എന്തുകൊണ്ട്? ഞങ്ങൾ സ്വയം കാലിൽ സാധാരണ രൂപത്തിൽ നിന്നാൽ ഞങ്ങൾ വലിപ്പല്ല എന്ന് കരുതി ഞങ്ങളെ യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കുമോ? ചിന്തിക്കും. അൽ ബഖറയിലെ ആയത്ത്, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാൻ. മൂസ അലൈഹിസ്സലാം, മൂസ യുദ്ധത്തിന് പോയിക്കോ, നീയും നിന്റെ ഇങ്ങോട്ട് പറഞ്ഞേക്ക്, നീയും നിന്റെ പടച്ചോനും പോയിക്കോ, ഞങ്ങളെ വേണമെങ്കിൽ നിസ്കരിക്കാം, നോമ്പ് വിൽക്കാം, അല്ലാതെ എന്തിനാവില്ല, യുദ്ധത്തിനാവില്ല. നിങ്ങൾ ചിന്തിക്കും. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഇത് ചിന്തിക്കുക. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ചിന്തിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ യുദ്ധത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുമ്പോൾ ചെറുപ്പക്കാരിങ്ങനെ തള്ളവിരലിൽ എണീറ്റ് വരിക. എന്തിന്? ഞങ്ങൾ സ്വയം സാധാരണ പോലെ ചെന്നാൽ ഞങ്ങൾക്ക് വലിപ്പമില്ലല്ലോ. മനസ്സിലായി നിങ്ങൾക്ക്? ആൾക്കൂട്ടത്തെ ഒന്നിച്ച് കൊണ്ടുപോകുമ്പോൾ, ഇങ്ങനെ ആളുകളെ തെരഞ്ഞെടുത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ 2 ആൾ തള്ളവിരലിൽ നടന്നു. കാരണം ഞങ്ങൾക്ക് വലിപ്പം കൂടുതലുണ്ട് എന്നറിയാൻ. നിങ്ങൾ ചിന്തിക്കും. ഒരു ഗ്രാമീണൻ ഒരിക്കൽ, സാധാരണക്കാരനായ ഒരു ഗ്രാമീണൻ ഒരിക്കൽ പുണ്യനബിയോട് പറഞ്ഞു, നബിയെ, യുദ്ധത്തിന് പോകുമ്പോൾ എന്നെയും കൂട്ടണേ. ഖൈബർ യുദ്ധം ഉണ്ടായപ്പോൾ നബിയുടെ അടുത്ത് വന്നു, നബി എന്നെയും കൂട്ടേ, യുദ്ധത്തിന് പോവല്ലേ, എന്നെ കൂട്ടണേ. അയാൾ നബി കൂട്ടാൻ താല്പര്യമല്ല. കാരണം അയാൾക്ക് യുദ്ധപാഠവും ഒന്നും അറിയില്ല. വെറുതെ എന്തിനാ സ്വയം നശിക്കാൻ എന്തിനാ പോകുന്നു? വേണ്ട. അവസാനം അയാൾ നിർബന്ധിച്ച് നബിയുടെ പിന്നാലെ പോന്നു. യുദ്ധക്കളത്തിലെത്തിയപ്പോൾ, ഖൈബറിലെത്തിയപ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് യുദ്ധക്കളത്തിൽ ഇറങ്ങാൻ സമ്മതം കൊടുത്തില്ല. ആ മനുഷ്യനോട് ഒട്ടകത്തെ മേക്കാൻ പറഞ്ഞു. കാരണം യുദ്ധപാഠവുമൊന്നും ആ മനുഷ്യന് ഇല്ല. യുദ്ധപാഠമില്ലാത്തൊരു മനുഷ്യനെ വെറുതെ യുദ്ധത്തിന് ഇറക്കിയിട്ട് കുഴപ്പാക്കണ്ട, സാധുവല്ലേ എന്ന് പുണ്യനബി വിചാരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ ഒട്ടകത്തെ മേച്ചോളൂ. ഒട്ടകം മേച്ചു. ആ മനുഷ്യൻ ഓരോ നേരത്തും ഒട്ടകത്തെ മേച്ചു വരും, ഒട്ടകത്തെ മേക്കും, അടുത്ത ഒട്ടകത്തെ കൊണ്ടുപോകും. ഇങ്ങനെ ഇതായിരുന്നു അദ്ദേഹത്തിന്റെ തൊഴിൽ. നിങ്ങൾക്ക് എന്നാലും അള്ളാഹുവിന്റെ കൂലി ഉണ്ടാവും, നിങ്ങൾ ഒട്ടകത്തെ മേച്ചോളൂ. ഒരിക്കൽ അദ്ദേഹം ഒട്ടകം മേച്ചു വന്നപ്പോഴുണ്ട് ആളുകൾ അദ്ദേഹത്തിന് ബാക്കിയുള്ള സ്നേഹിതന്മാർ അദ്ദേഹത്തിന് ഒരു പൊതി കൊടുത്തു. ഇത് നിങ്ങൾക്കാണ്. മഹാരിഹി, ഇതെന്താന്ന് ചോദിച്ചു. ഇത് വേറൊന്നുമല്ല, ഇത് ഖിസ്മുല്ലക മിനൽ ഗനീമ, ഇത് സമരാർജിത സമ്പത്ത് ഓഹരി ചെയ്തപ്പോൾ ഒരു ഓഹരി നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞു. തഗയ്യറ ലൗനു, അയാളെ രൂപം മാറി, അയാൾക്ക് ദേഷ്യം വന്നു. അയാൾ അത് വാങ്ങി പുണ്യനബിയുടെ അരികിൽ ചെന്ന് പുണ്യനബിയോട് ചോദിച്ചു, മാ ഹാദിഹി നബിയെ, എന്താണിത്? എന്താ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇത് ഖിസ്മുല്ലക മിനൽ ഗനീമ, ഇത് സമരാർജിത സമ്പത്ത്, നിനക്കുള്ള സമ്പത്താണ്, നിനക്കുള്ള ഓഹരിയാ, സമരാർജിത ധനത്തിന്റെ നിനക്കുള്ള ഓഹരിയാ. അയാൾ ഈ പൊടി നേരെ പുണ്യനബിയുടെ അരികിലേക്ക് നീക്കി വെച്ചിട്ട് പറഞ്ഞു, മാ അലാ ഹാദിഹി ആദത്തബഅതുക വഇന്നമത്തബഅതുക അനുർമാഹാ ഹുനാ. നബി, അതിനു വേണ്ടിയല്ല ഞാൻ നിങ്ങളെ പിന്നാലെ കൂടിയത്.
ഞാൻ നിങ്ങളെ പിന്നാലെ കൂടിയത് അനുർമാഹുന യുദ്ധക്കളത്തിൽ ഇറങ്ങുകയും ശത്രു എന്റെ ഇവിടെ വെട്ടിപ്പൊളിക്കുകയും ചെയ്യാൻ വേണ്ടിയാകുന്നു. അള്ളാഹ്ക്കും നിങ്ങൾക്കും വേണ്ടി മരിക്കാൻ വേണ്ടി വന്നവനാ. എന്നിട്ട് നിങ്ങൾ ഇതുവരെ യുദ്ധക്കളത്തിലേക്ക് എനിക്ക് സമ്മതം തന്നിട്ടില്ലല്ലോ, എനിക്ക് നിങ്ങളുടെ മറ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കും, നിങ്ങൾ ചിന്തിക്കും. ഇതേ സമയത്ത് നിങ്ങൾ നോക്കേണ്ടത് എന്ന് പറഞ്ഞു. ആരോട്? നബിയോട്. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അല്ലാഹു പുണ്യ നബിയോടുകൂടെ നമ്മളെ ചേർക്കട്ടെ. സിനായ് കുന്നിന്റെ താഴെ ഒരു നേരത്തെ നമസ്കാരം, മൂസയുടെ കുറച്ച് വാളും കേൾക്കണം, അതിനുവേണ്ടി പണിക്കൊന്നും പോകണ്ട, ഭക്ഷണം അള്ളാഹു തന്നെ തരാമെന്ന് പറഞ്ഞു മൂസ നബിയുടെ ജനതയോട്. ഓർമ്മണ്ടാ? ഉറങ്ങുന്നുണ്ടാ? നിങ്ങൾ ഉറങ്ങുന്നുണ്ടാ? മൂസ നബിയുടെ ജനങ്ങളോട് അള്ളാഹ് പറഞ്ഞു, ഒരു നേരത്തെ നിസ്കാരം, 5 വഖത്തില്ല, എത്ര? ഒരു വഖത്ത് നിസ്കാരം, കുറച്ച് വാളും കേൾക്കണം. അതിനോ ഭക്ഷണം അള്ളാഹ് ഇറക്കി കൊടുക്കും. അൻസൽനാ അലൈഹിമുൽ മന്ന വസ്സൽവാ. സിനായ് കുന്നിന്റെ താഴ്വരയിൽ ഒരു പ്രത്യേക ഭക്ഷണം അല്ലാഹു നൽകി. എന്ത്? അൽ മന്ന സൽവ. ഒരു പണിക്ക് പോകണ്ട, ഒരു തൊഴിലും ഇല്ല, ഒന്നുമില്ല, ഭക്ഷണം കഴിക്കാം, നല്ല സ്വർഗീയ ഭക്ഷണം. സിനായ് കുന്നിന്റെ താഴ്വരയിൽ സ്വർഗീയ ഭക്ഷണം അൽ മന്ന വസ്സൽവ. BC 1600 മന്നസൽവയെ അള്ളാഹു സിനായ് കുന്നിന്റെ താഴ്വരയിൽ ഇറക്കി കൊടുത്തു. ആ ജനതക്ക് ഒന്നും ചെയ്യണ്ട, എന്ത് ചെയ്താൽ മതി? ഒരു വഖത്ത്, 5 വഖത്തല്ല, എത്ര? ഒറ്റ നമസ്കാരം, കുറച്ച് വെള്ളം കേൾക്കണം എല്ലാ ദിവസവും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു, മൂസ ഇത് നടപ്പില്ല, വാഹിദ്, എല്ലാ ദിവസവും കൂടെ ഒരു ഭക്ഷണം മതിയാവുകയില്ല, ഞങ്ങൾക്ക് വിവിധങ്ങളായ ഭക്ഷണങ്ങൾ മാറ്റിത്തരണം, ഞങ്ങൾക്കൊന്ന് ഭക്ഷണം മാറ്റിത്തരണം. ഇടക്കിടക്ക് ഉള്ളിയും കിഴങ്ങൊക്കെ കറി വെച്ച് തരണം. മനസ്സിലായില്ല നിങ്ങൾക്ക്? എന്താ എല്ലാ ദിവസവും മഞ്ഞസൽവ? നിനക്ക് വഴിപ്പെടുന്നെങ്കിൽ അത് നടപ്പില്ല, ഞങ്ങൾക്കൊന്ന് വെറൈറ്റീസ് മാറ്റിത്തരണം, ഒരു ചേഞ്ച്. എല്ലാ ദിവസവും ഒരു സ്വർഗഭക്ഷണമാണെങ്കിൽ തന്നെ എന്നും എന്താ ഒരു മഞ്ഞസൽവ? അത് നടപ്പില്ല. മിമ്പക്കരിഹ വഖിസാഇഹ, ഇടക്കിടക്ക് ഞങ്ങൾക്ക് കക്കരി തരണം. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇടക്കിടക്ക് ഞങ്ങൾക്ക് കക്കരി ചെത്തിത്തരണം. മിമ്പക്കരിഹ വഖിസാഇഹ വഫൂമിഹ, പരിപ്പ് കറി വെച്ച് തരണം. മനസ്സിലായില്ല? വസലിഹ, നല്ല സവാള ചെത്തിത്തരണം. മനസ്സിലായി? എന്നാ നിനക്ക് വഴിപ്പെടാ. അല്ലാതെ എന്താ എല്ലാ ദിവസം എന്നും ഒരു ഭക്ഷണം നിനക്ക് വഴിപ്പെടുന്നെങ്കിൽ, അല്ലാതെ ഞങ്ങളെ കിട്ടില്ലാറും. അത് ഈ ഭക്ഷണം അല്ലാതെ ഒന്നും തരാൻ കഴിയില്ലാറും. എന്നാ ഞങ്ങൾ പോവാണാറും. പോയിക്കോളാറും. പോയി ഇറങ്ങിയെടുത്ത് ഈ ഹെബി തോമിയ പോയിക്കോളാറും. പോയി നിങ്ങൾ ചിന്തിക്ക്. എന്നാൽ മുഹമ്മദ് നബിയോ സ്വന്തം അനുയായികൾ മദീനയെ പ്രതിരോധിക്കാൻ വേണ്ടി ശത്രുപടയാളികളിൽ നിന്ന്, മദീനയെ ആക്രമിച്ച പടക്കൂട്ടങ്ങളിൽ നിന്ന് മദീനയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഖന്തക്കിന്റെ കിടങ്ങ് കീറുകയാണ് മദീനക്ക് ചുറ്റും. മദീനത്ത് മുഹമ്മദിൻ. നിങ്ങൾക്കറിയോ ആ രംഗം? നിങ്ങൾക്കറിയോ അന്നവര് ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിരുന്നില്ല. അവർ നടുവന്നെ വളഞ്ഞു കിട്ടണ്ടേ, വല മൺവെട്ടി എടുക്കും, പക്ഷെ നാട് വളയുന്നില്ല, കാരണം ഭക്ഷണമൊന്നും ഇല്ല. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ അവർ എന്ത് ചെയ്തു? അവരുടെ അവരൊക്കെ വയറ്റിലേക്ക് കല്ല് വെച്ച് കല്ല് കെട്ടിയിട്ടാണ് അവർ കളച്ചത്. നിങ്ങൾ ചിന്തിക്കണം, ഇത് വളരെ ഗൗരവമായി നാം മനസ്സിലാക്കേണ്ടതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ ചെയ്ത വയറ്റിൽ കല്ല് വെച്ച് കെട്ടിയിട്ട് കിടക്കുക. എല്ലാ ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ടില്ല, വയറ്റിൽ കല്ല് വെച്ച് കെട്ടിയിട്ടായിരുന്നു കിടച്ചിരുന്നത്. അതിന്റെ മുകളിൽ കമീസിനെ താഴ്ത്തിയിടുകയും ചെയ്തു. താഴേക്ക് കമീസിന്, കാരണം ഞങ്ങളുടെ വയറ്റിൽ കല്ലാണെന്ന് നബിയൊന്ന് കണ്ടാലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലും അവർക്ക് ആദിയായി ഞങ്ങൾക്ക് വിശപ്പും ആധിയുമാണെന്ന് പുണ്യനബി അറിയാതിരിക്കാൻ വേണ്ടി അവര് പാട്ടുപാടി.
ലോകത്തെ ഏറ്റവും വലിയ വിപ്ലവഗാനങ്ങൾ ആ പാട്ടുകളാണ്. നഹ്നുല്ലദൂന ബയഉ മുഹമ്മദ അലൽ ജിഹാദി മഹയന ആബദ. നഹ്നുല്ലദൂന ബയഉ മുഹമ്മദ അലൽ ജിഹാദി മഹയന ആബദ. ലോകത്തെ ഏറ്റവും വലിയ വിപ്ലവഗാനങ്ങൾ അവർ പാടിയതാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ടില്ല. ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ടില്ല. ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ടില്ല. അവർക്കത് വിഷയവുമല്ല, ഒന്നുമില്ല. എന്നിട്ട് നബി അത് അറിയരുത്. അതിനുവേണ്ടി നഹ്നുല്ലദൂന ബയഉ മുഹമ്മദ അലൽ ജിഹാദി മഹയന ആബദാൻ പാട്ടുപാടി. നിങ്ങൾ ചിന്തിക്കണം, മൂസാ നബിയുടെ ജനതയോ ഇന്നാലാ നസ്ബിറു അലാ തുആമിൻ വാഹിദിൻ, എല്ലാ ദിവസവും ഒരു ഭക്ഷണം മതിയാവുകയില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കണില്ലേ? മുഹമ്മദ് നബിക്ക് ലക്ഷക്കണക്കായ അനുയായികൾ ഉണ്ടായിരുന്നു. ഒരു അനുയായി പോലും മുഹമ്മദ് നബിയെ ചതിച്ചിട്ടില്ല. ഈസ നബിക്ക് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഒരു ശിഷ്യനാണ് ഈസ നബിയെ ഒറ്റിക്കൊടുത്തത്. ശ്രദ്ധിക്കണില്ലേ? നിങ്ങൾ പറയും ശ്രദ്ധിക്കണില്ലേ? ചിന്തിക്ക്. ഈസ നബിക്ക് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. മുഹമ്മദ് നബിക്കോ ലക്ഷക്കണക്കിന്. يدخلون في دين الله أفواجا. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على طه ياسين حبيب الله. അതാണ് മുഹമ്മദുൻ. ഈസ നബിക്ക് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ 12 ശിഷ്യന്മാരിൽ ഒരാൾ ഈസ നബിയെ ഒറ്റുകൊടുത്തു. 12-ൽ ഒരാളെ ഒറ്റുകൊടുത്തു. മുഹമ്മദ് നബിക്കോ ലക്ഷക്കണക്കായ അനുയായികൾ ഉണ്ടായിരുന്നു. ഒരു അനുയായി പോലും ഹബീബായ മുഹമ്മദ് നബിയെ ചതിച്ചിട്ടേ ഇല്ല. ഒരിക്കലും ഒരു സ്വഹാബി എന്ത് ചെയ്തുവെന്നറിയാമോ? ഒരു സ്വഹാബി എന്ത് ചെയ്തു? ഹബീബായ റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാത്തൊരു കർമ്മം ചെയ്തു. നബിക്ക് താല്പര്യമില്ലാത്തൊരു കർമ്മം ചെയ്തു പോയി. പുണ്യനബി അറിയാതെ. പുണ്യനബി ശത്രുക്കളെ കുറിച്ച് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്ന ഒരു രഹസ്യം ഒരു സ്വഹാബി ഒരിക്കൽ ശത്രുക്കളോട് പറഞ്ഞു പോയി. അബൂലുബാബ റളിയല്ലാഹു അൻഹു. ഉടനെ അബൂലുബാബ എന്ത് ചെയ്തു? അബൂലുബാബ ഒരു കയറെടുത്തു നേരെ ഇതേ മനുഷ്യൻ ഒരു ഹബീബായ നബിക്ക് അറിയാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മതമില്ലാത്ത ഒരു രഹസ്യം പുറത്താക്കിയതിന്റെ പേരിൽ ഒരു കയറെടുത്ത് വന്നിട്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ഫഅല്ലഖ നഫ്സഹു ഫി സാരിയത്തിൻ മിൻ സിവാരിൽ മസ്ജിദി. പള്ളിയുടെ തൂണിൽ സ്വയം വരിഞ്ഞു കെട്ടി. ഞാൻ നബിയെ ചതിച്ചല്ലോ, ഞാൻ നബി അറിയാത്തത്, ഞാൻ നബി ഇഷ്ടമില്ലാത്തത് പുറത്താക്കിയല്ലോ എന്ന് പറഞ്ഞു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. ഇല്ല, ലോക ചരിത്രത്തിൽ ഇതിനൊരു പകരമില്ല. ഇല്ല, എവിടെയുമില്ല, ഒരു പകരവുമില്ല, എവിടെയുമില്ല. ഞാൻ